എന്താണോ ഇവിടെ കാത്തു നിൽക്കുന്നത്? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയേയില്ല. സീതേ, എന്തു പറ്റി? എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? കൈലാഷ്, സീതേ, വെറുതെ ഒരു വഴക്കിന് പോകണ്ട. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നീ എവിടെ പോയിട്ടാ വരുന്നേ? ഞാനൊരു ഡ്രൈവിന് പോയതാ. വെറുതെ നുണ പറയണ്ട, എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? നീ എന്തൊക്കെയാടായി ചെയ്യുന്നേ? ഏതോ ഒരു സ്ത്രീക്ക് സാരി വാങ്ങിക്കൊടുത്ത് അവരുടെ കാലി വീണ അനുഗ്രഹം വാങ്ങാൻ നിനക്കൊരു മടിയുമില്ലേ? പക്ഷേ എന്നെ അച്ഛനെയും ബഹുമാനിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? എന്റെ പുറകെ ചാരപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന നിർത്തി ആവശ്യമുള്ളത് ചെയ്യും. അപ്പൊ ഞാൻ ബഹുമാനിക്കാം. കൈലാഷ്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മമ്മിയോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് 24 മണിക്കൂർ അന്വേഷിച്ച് നടക്കുന്ന മമ്മിയെ ഡാഡിക്കൊന്ന് ഉപദേശിച്ചൂടെ? നീയേ ഞാൻ പറയുന്നത് കേട്ട് നല്ല ആളുകളുടെ കൂടെയാണ് നടക്കുന്നെങ്കിൽ എനിക്ക് നിന്നെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കാലം ആ വേലക്കാരിയുടെ പുറകെ ഒരു ഭ്രാന്തനെ പോലെ നടന്നു. അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോ അവള് തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു പോയി. ഇപ്പൊ പാർവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ വാർഡന്റെ പുറകെ നടക്കുക. അവളെ നിന്നെ നന്നായിട്ട് ഉപയോഗിക്കുക. നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരാണെന്ന് നീ കരുതരുത്. അവൾ എന്തായാലും നിന്നെ പറ്റിക്കും. മതി. ഭൂമിക മാഡത്തിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. മാഡം ചോദിച്ചിട്ടല്ല ഞാൻ അവർക്ക് സാരി വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഉള്ളിൽ നിന്ന് തോന്നിയതുകൊണ്ട് തന്നെയാ ചെയ്തത്. എന്തിന്? അവള് നിനക്ക് ബ്രോക്കർ പണി ചെയ്യുന്നതിന് മഹത്വൽക്കരിക്കാനാണോ? സീതേ, ഒരു മകനോട് സംസാരിക്കേണ്ട കാര്യങ്ങളല്ല നീ ഇപ്പൊ പറയുന്നത്. ഒരു മകൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇവൻ ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് വെറും ഒരു ഹോസ്റ്റൽ വാർഡന്റെ കാലി വീണ അനുഗ്രഹം വാങ്ങാൻ പോയത് എന്തിനാണ് ഇവൻ? ഇവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്താലേ ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും. ഭൂമിക മാഡം എനിക്ക് മറ്റൊരു അമ്മയെ പോലെ മതിയോ? കൈലാഷ്, നീ എന്തൊക്കെയാ പറയുന്നേ? മതി, ഇനി സംസാരിക്കണ്ട. നീ നിന്റെ റൂമിലേക്ക് പോ. നിക്ക്. അതെ, ഇത്തവണയും പ്രശ്നം അങ്ങനെ പരിഹരിക്കാന്ന് വിചാരിക്കണ്ട. സംസാരിക്കാനുള്ളത് സംസാരിച്ചിട്ട് പോയാ മതി. ഭൂമിക നിനക്ക് അമ്മയെ പോലെ ആണെങ്കിൽ പിന്നെ ഞാൻ ആരാടാ? സീതേ, നിങ്ങളും മിണ്ടി പോവരുത്. നീ പറ, ഞാൻ നിനക്ക് ആരാ? വേണ്ട, അത് ഞാൻ പറഞ്ഞ മമ്മി ഒരുപാട് വിഷമിക്കും. ഹോ, ഇതിലും കൂടുതല് ഇനി എന്താടാ വിഷമിക്കേണ്ടത്? സാരമില്ല, നീ എന്താന്ന് വെച്ചാ പറ. കൈലാഷ്, നീ എങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. മിണ്ടാതെ റൂമിലേക്ക് പോ. മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല ഡാഡി. ഭൂമിക മാഡം എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല അമ്മയാ. പക്ഷേ നിങ്ങള് കൈലാഷ്, വേണ്ട. സ്റ്റാറ്റസിനെ പറ്റി മാത്രം ചിന്തിച്ച് എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഒരു വിലയും കൊടുക്കാത്തൊരു മമ്മിയാ. ഇത്രയും വർഷം നിന്നെ വളർത്തി വലുതാക്കിയെന്ന് ഞാൻ ഇത് തന്നെ കേൾക്കണോടാ. ഇന്നലെ വന്നൊരുത്തി നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയപ്പോ നിനക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നിയല്ലേ? പാർവതിയെ നിനക്ക് കല്യാണം കഴിച്ചു തരാന്ന് അവള് പറഞ്ഞപ്പോഴേക്കും അവള് നിനക്ക് എന്നേക്കാൾ വലുതായി അല്ലേ? അവള് നിന്റെ കാശിന് വേണ്ടി മാത്രം നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ഞാൻ കാശെറിഞ്ഞു കൊടുത്ത് നിന്റെ മുന്നേ പോലും വന്നു പോകരുതെന്ന് പറഞ്ഞ അവള് നിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ പോകും. കാശും സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നതേ അവരല്ല, മമ്മിയാ. രണ്ടുപേരും ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇത്രയും നല്ല അമ്മയെ കിട്ടിയെങ്കിലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവളുടെ കൂടെ തന്നെ പോയി ജീവിക്കേ. പൊക്കോടാ. ദേ, ഇനി എന്റെ വീട്ടില് നീ ഒരു നിമിഷം പോലും നിൽക്കരുത്. സീതേ,
എന്തിനാ നിർത്തിയത്? അടിക്ക്. ഇവന് എന്നെക്കാ വലുത്. അവളാണെങ്കി അവളുടെ കൂടെ തന്നെ പൊക്കോട്ടെ. ദേ, ഈ വീട്ടിൽ കഴിയണമെങ്കിൽ എന്റെ മകനായി കഴിയണം. പറ്റില്ലെങ്കില് ഇറങ്ങിപ്പോട്ടെ. ദേ, ആവശ്യമില്ലാത്ത ഓരോന്ന് പറയരുത്. ദേ, പിന്നീട് നീ തന്നെ ഇത് ഓർത്ത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഡാ, നിന്റെ അമ്മ വെറുതെ ഓരോ ഭ്രാന്ത് പറയുന്ന. ദേ, നീ അകത്തേക്ക് പോ. വേണ്ട ഡാഡി, മമ്മി ഇപ്പോഴാ എല്ലാം വ്യക്തമായിട്ട് പറയാൻ തുടങ്ങിയത്. മമ്മിക്ക് വേണ്ടത് ഒരു മകനെയല്ല, മമ്മിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു കളിപ്പാവയാ. പാർവതിയെ മമ്മിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്റെ തീരുമാനത്തെ അംഗീകരിച്ചില്ല. ഇപ്പോ ഭൂമികമ്മയുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീടിന് പുറത്തു പോകാൻ പറയുന്നു. ഇങ്ങനെ മമ്മിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. കൈലാഷ് മോനെ, പോകരുത്, നിക്ക്. അവനോട് പോകരുതെന്ന് പറ സീതേ. ഇത് അവനായിട്ട് എടുത്ത തീരുമാനമല്ലേ, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. നീ ചെയ്ത് ഒട്ടും ശരിയല്ല സീതേ. ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഗുണം ക്ഷമയാ. അവനൊരു തെറ്റ് ചെയ്താൽ അത് തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്, അല്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ല. ഞാൻ കൈലാഷിനെ തിരിച്ചു വിളിക്കാൻ പോവാ. തിരിച്ചു വന്നിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്.